60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ഡേ 37 ആണിന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനുവേണ്ടി റവയൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം വന്നിട്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന് മുതിരപ്പുളി വെക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ അതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ജിമ്മിലോട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇഹുന് പിന്നെ ഏട്ടൻ കുടുംബം പോലെ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മുടി ഇങ്ങനെ പിടിച്ചുള്ളൂ, റബ്ബർ പെയിന്റ് ഇട്ടത് ഞാനാണ്. റെഡി ആയി കഴിഞ്ഞ് സുന്ദരി ആയിട്ടുണ്ടോ എന്ന് കണ്ണാടിയിൽ നോക്കിയില്ലെങ്കിൽ ഇഹുന് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നേരെ ജിമ്മിലോട്ട് വിട്ടു. പോണ വഴിക്ക് ഇഹുന് 2 പൂവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പിടിച്ചിട്ടായിരുന്നു നടത്തുക. അപ്പൊ എന്തായാലും പൂവൊക്കെ കിട്ടിയതല്ലേ, അപ്പൊ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്താന്ന് ഞാനും കരുതി. അപ്പൊ എന്തായാലും ഈ ഫോട്ടോ ഇവിടെ അങ്ങ് കിടന്നോട്ടെ. ഫോട്ടോ എടുക്കുന്നതിന്റെ കൂടെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്ന് ബാക്കും പൈസയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അങ്ങ് പോവാം. പിന്നെ രാവിലെ നല്ല മഴയുള്ള ദിവസങ്ങളിൽ ഈ മടി എന്ന് പറയുന്ന സാധനം കയറി വരുന്നതുകൊണ്ട് ഈ ജിമ്മിൽ പോക്ക് ഞങ്ങൾ വൈകിട്ടും ആക്കാറുണ്ട്. അത് വേറെ കാര്യം. ഇന്ന് ലഞ്ചിന് ചോറ്, മുതിരപ്പുളി, മീൻ വറുത്തതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം ഇന്ന് വൈകുന്നേരം കൊള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊടുന്നതാണ്. ഇന്നലെ കപ്പപ്പുഴുക്കാണ് ഉണ്ടാക്കിയത്. ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് മുട്ടക്കപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെ മുട്ടക്കപ്പയ്ക്കുള്ള സ്ഥിതിക്ക് അതിന്റെ ഒപ്പം ഒരു കട്ടൻ ചായ ഇല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ പൂർണ്ണമാവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ കുറച്ച് ചായയും കൂടി കുടിച്ചായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴേക്കും എനിക്ക് വിശക്കൊന്നും ചെയ്തില്ല. അപ്പൊ ചെറിയൊരു കഷ്ണം പേരൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഒരു മൂവിയാണ് പോയി കണ്ടത്, ചിന്ന ചിന്ന ആസെ. കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നാണ് ഞാൻ കണ്ടത്. ഫീൽ ഗുഡ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് കേട്ടോ. ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ മൂവിന്റെ ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചെറിയ സ്മൈൽ ഉണ്ടായിരിക്കും. ആ സ്മൈലോട് ഇങ്ങനെ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു നല്ല ബ്യൂട്ടിഫുൾ മൂവിയാണ്. അപ്പൊ ഇന്നത്തെ ഡേ ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യാണ്.